എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. എല്ലാവർക്കും വണ്ടർഫുൾ വീക്കെൻഡ് കിട്ടിയെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. എനിക്കും നല്ലൊരു വീക്കെൻഡാണ് ഇവിടെ കിട്ടിയത്. പല ആളുകളും കമൻറ്റ് ചെയ്ത് സ്നേഹത്തോടെ പറഞ്ഞിരുന്നു വെക്കേഷൻ എൻജോയ് ചെയ്യുക, വർക്ക് പിന്നെ ചെയ്യാം എന്നുള്ളത്. പക്ഷേ എൻ്റെ ചിന്ത എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ട്രാവൽ ചെയ്യാൻ നമുക്ക് പര്യാപ്തമായത് വർക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് വർക്ക് മാറ്റി നിർത്തിയിട്ട് ഒരു ട്രാവൽ എനിക്ക് ഒട്ടും പറ്റാറില്ല. ഒരു വർക്ക് ഹോളിക് നേച്ചറാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുക, ട്രാവലും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സിസ്റ്റം. അപ്പോൾ മെസ്സേജ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് നിഫ്റ്റി ഏകദേശം 200 പോയിന്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. പക്ഷേ FIS 200 പോയിന്റ് എന്ന് പറയുന്നത് ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആണെന്ന് നമുക്ക് പറയാം. ഭീകരമായ രീതിയിലൊന്നും ഇടിഞ്ഞിട്ടില്ല. FISൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള പിന്തുണ നമുക്കുണ്ട്. അതാണ് ഈ ഒരു മന്ത്ലി അടിസ്ഥാനത്തിൽ FIS ഈ ഒരു മന്ത് ഏകദേശം 4000 കോടി രൂപക്ക് മുകളിൽ നെറ്റ് ബയേഴ്സാണ്. ഇന്നത്തെ ആദ്യത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾ നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട് 2 ന്യൂസാണ് ഉള്ളത്. ഒന്ന്, വിൻഫോൾ ടാക്സ് ഓൾറെഡി ഗവൺമെൻറ് കുറയ്ക്കാൻ തീരുമാനിച്ചു. കൂടാതെ റിലയൻസ് ഇൻഡസ്ട്രീസ് റോൾസ് റോയ്സായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ഡിഫൻസ് മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ട് ധാരണയായി എന്നുള്ള ന്യൂസ് ഉണ്ട്. 2, ഇതൊന്നും ബൈസൽ റെക്കമെൻഡേഷൻ അല്ല കേട്ടോ, നമുക്കിത് എഴുതി കാണിക്കാനായിട്ട് നിർവാഹമില്ല. 2, വോൾട്ടാസായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉണ്ട്. വോൾട്ടാസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 52% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇനി പതഞ്ജലി ഫുഡ് അവരുടെ ന്യൂസ് ഉള്ളത് 86% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റവന്യൂവും 29% വർധനവ് രേഖപ്പെടുത്തി. കിറ്റെക്സ് 3000 കോടി രൂപ ഒരു ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് കിറ്റെക്സിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ന്യൂസ് കാണുന്ന ആളുകൾക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്. ഇനി NMDC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത് 2% ഇയർ ഓൺ ഇയർ അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. 2007 കോടി രൂപയാണ് ഇത്തവണ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയത്. കൊച്ചിൻ ഷിപ്പ് യാർഡ് നെറ്റ് പ്രോഫിറ്റ് 27% ഇടിവാണ് ഇത്തവണ ഉണ്ടാക്കിയിട്ടുള്ളത്. 187 കോടി രൂപയിൽ നിന്ന് 135 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. കൂടാതെ തന്നെ റവന്യൂവും 7% ഒരു കുറവുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇനി പ്രധാന ന്യൂസ് ഉള്ളത് ഐഷർ മോട്ടേഴ്സാണ്. അവർ 650 cc സെഗ്മെൻറ്റിലേക്ക് അവർ പുതിയ ബൈക്കുകൾ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് കമ്പനി തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ടട്ടിൽമെൻറ്റ് ഫിൻടെക് സൊല്യൂഷൻ കമ്പനി നെറ്റ് ലോസാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തത്. 38 കോടി രൂപ ലോസ് ഇത്തവണ അവർ റിപ്പോർട്ട് ചെയ്തു. ഇൻഡസ്ഇൻഡ് ബാങ്ക് RBI ഇൻഡസ്ഇൻഡ് ബാങ്കിന് 59 കോടി രൂപയുടെ പെനാൽറ്റി ചുമത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്. സാഗിൽ പ്രീപെയ്ഡ് ഓഷൻ കമ്പനി ഇവർ 33% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ കുറവ് ആണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ള ന്യൂസ് ഉണ്ട്. 26 കോടി രൂപയിൽ നിന്ന് 17 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഇതാണ് പ്രധാന സ്റ്റോക്കുകളുടെ വാർത്തയായിട്ട് ലൈം ലൈറ്റിലേക്ക് ഉള്ളത്. ഇനിയിപ്പോൾ ഗോൾഡിൻ്റെ അപ്ഡേറ്റ് ഉണ്ട്. ഗോൾഡ് $4382 ഇപ്പോൾ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. 4000 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് ഗോൾഡ് സപ്പോർട്ട് എടുത്തതിന് ശേഷം നിക്ഷേപകർക്ക് വളരെ വലിയ തോതിൽ നേട്ടം കൈവരിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡ്. ഇനി ഈ ഒരാഴ്ച ഒരുപാട് ഈവൻ്റ് ഉണ്ട്. US കൺട്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഈവൻ്റാണ്. ഇന്ത്യയുടെ അത്ര വലിയ ഈവൻ്റൊന്നും കണ്ടില്ല. 18-ാം തീയതി US നിന്ന് ഹൗസിംഗ് ഡേറ്റ വരുന്നുണ്ട്. 19-ാം തീയതി US നിന്ന് ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഡേറ്റ വരുന്നുണ്ട്. 20-ാം തീയതി ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വരുന്നുണ്ട്. 21-ാം തീയതി US PMI ഡേറ്റ വരുന്നുണ്ട്. 21-ാം തീയതി തന്നെ US ജാക്സൺ ഹോൾ സിംഫൺ എന്ന് പറയുന്ന US സെൻട്രൽ ബാങ്ക് തലവന്മാർ പങ്കെടുക്കുന്ന US രാജ്യത്തെക്കുറിച്ചിട്ടുള്ള അവിടുത്തെ എക്കണോമിക് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് സ്പീച്ചുള്ള പ്രധാന ഇവൻ്റാണ്. ഇതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയച്ച എല്ലാവർക്കും അല്ലാത്തവർക്കും നമ്മുടെ എല്ലാ ചാനൽ സുഹൃത്തുക്കൾക്കും നല്ല ദിവസങ്ങൾ നേരുന്നു. അപ്പോൾ ഞാൻ നാളെ കഴിഞ്ഞ് നാട്ടിലെത്താം. വിശദമായിട്ട് ന്യൂസൊക്കെ അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ.